പാകിസ്ഥാനെ ഞെട്ടിച്ച് വീണ്ടും ബോംബ് സ്ഫോടനം. തെക്കൻ പാകിസ്ഥാനിലെ വസീരിസ്ഥാൻ മേഖലയിലാണ് ഒരു പള്ളിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ ബോംബ് പൊട്ടിയത് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. മരണസംഖ്യ എത്രയെന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം പുറത്തു വന്നിട്ടില്ല. നിരവധി പേർക്ക്, പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു എന്ന് പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു ചാവേർ ബോംബുമായി പൊട്ടിത്തെറിക്കുകയായിരുന്നു. പള്ളിക്ക് നേരെയുള്ള ആക്രമണത്തിൽ ജമയത്ത് ഉലമ എന്ന പാകിസ്ഥാനിലെ തീവ്രവാദ ബന്ധമുള്ള രാഷ്ട്രീയ സംഘടനയുടെ പ്രധാനപ്പെട്ട 1-2 നേതാക്കൾക്ക് ഗുരുതരമായ പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണിപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ തന്നെ നൽകുന്നത്. പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചതായിരുന്നു ഇന്ന് നടന്ന ബോംബ് സ്ഫോടനം. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി മോസ്കിൽ നിരവധി ആളുകൾ ഒത്തുകൂടിയിരുന്നു. അതിനിടയിലാണ് ഒരു ചാവേർ പൊട്ടിത്തെറിച്ചത്. ബോംബ് സ്ഫോടനത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. നിരവധി ആളുകൾക്ക് പരിക്കേറ്റവരെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് പാകിസ്ഥാൻ്റെ പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 ദിവസം മുമ്പാണ് പാകിസ്ഥാൻ സേനയും ബലൂജികളും തമ്മിൽ നിരന്തരമായി ആക്രമണം നടക്കുന്ന ഖൈബർ പഖ്തൂൺ മേഖലയ്ക്ക് സമീപമാണ് ഈ വസീരിസ്ഥാൻ. 2 ദിവസം മുമ്പാണ് പാകിസ്ഥാനിലെ ജാഫർ എക്സ്പ്രസിനെ അപ്പാടെ തന്നെ ബലൂജികൾ തട്ടിയെടുത്തത്. ബലൂജികൾ 48 മണിക്കൂർ നേരം ആ ട്രെയിനിലെ സൈനികരെയും ബന്ദിയാക്കി വച്ചിരിക്കുന്നു. ഏറ്റവും പുതിയ അന്തർദേശീയ റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോഴും ആ ബന്ദികളെ പൂർണ്ണമായും ബലൂജികൾ മോചിപ്പിച്ചിട്ടില്ല. എന്നാൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ നാണം കെട്ട പാകിസ്ഥാൻ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാ സൈനികരെയും മോചിപ്പിച്ചു എന്നുള്ള വലിയ ഗീർവാണമാണ് മുഴക്കിയത്. 362ഓളം ബന്ദികളെ ഞങ്ങൾ രക്ഷപ്പെടുത്തി എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അപ്പോഴും 450ലധികം ആളുകൾ ആ ട്രെയിനിലുണ്ടായിരുന്നു എന്നുള്ള പ്രാഥമികമായ വിവരമുണ്ട്. അതിൽ 70-80ഓളം വരുന്ന സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ള ബന്ദികളെ ആദ്യഘട്ടത്തിൽ തന്നെ ബലൂജ് പോരാളികൾ മോചിപ്പിച്ചിരുന്നു. അത് ഈ തടവിലാക്കപ്പെട്ട അല്ലെങ്കിൽ ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ തന്നെ പറയുന്നതാണ്. പാകിസ്ഥാൻ സേന പറയുന്നത് 4 സൈനികരെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ഞങ്ങളുടെ 21ഓളം വരുന്ന ബന്ദികളെ ആക്രമിച്ച് കൊലപ്പെടുത്തി. എന്നാൽ ഞങ്ങൾ ബലൂജ് പോരാളികളുടെ 31 പേരെ കൊലപ്പെടുത്തി എന്നാണ് പാക് സൈന്യം അവകാശപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നുള്ള മാധ്യമങ്ങളുടേതല്ലാത്ത, പാകിസ്ഥാനിൽ നിന്നുള്ള സോഷ്യൽ മീഡിയയിലൂടെയും പാകിസ്ഥാനിലെ ഈ ട്രെയിനിലുണ്ടായിരുന്ന ആളുകളുടെയും ഒക്കെ കൃത്യമായ പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, അനുമാനിക്കാൻ കഴിയുന്നത് പാകിസ്ഥാൻ സൈന്യം പച്ചക്കള്ളം പറയുകയാണ്. പാകിസ്ഥാൻ സൈന്യം നാണക്കേട് മറയ്ക്കാനായി അവർക്ക് ഉണ്ടായ തിരിച്ചടിയെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. 100ഓളം വരുന്ന പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇതിനെ ബോധപൂർവം മറച്ചു വയ്ക്കുകയാണ് പാകിസ്ഥാൻ സേന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബലൂജ് മേഖലയിൽ അതിശക്തമായ സ്വാധീനമുള്ള ഒരു വിമോചന പ്രസ്ഥാനമാണ് BLA, ബലൂജ് ലിബറേഷൻ ആർമി. അവരുടെ പക്കൽ ആധുനികമായ ആയുധങ്ങളുണ്ട്, എല്ലാവിധ സജ്ജീകരണങ്ങളുമുണ്ട്. പാകിസ്ഥാൻ സേനയെ കൃത്യമായി പ്രതിരോധിക്കുന്നതിനുള്ള സർവ്വവിധ സന്നാഹങ്ങളും ഈ ബലൂജ് ലിബറേഷൻ ആർമിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ട്രെയിൻ തട്ടിയെടുക്കുന്നത്. മറ്റു ചില അനുമാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതായത് ജാഫർ എക്സ്പ്രസിനെ ഒരു മലനിരകൾക്ക് താഴെ ബന്ദിയാക്കി വച്ചിരിക്കുകയായിരുന്നു ബലൂജ് ലിബറേഷൻ ആർമി. ആ ബന്ദികളെയും ആ ട്രെയിനിനെയും മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻസ് കരമാർഗം പാകിസ്ഥാൻ സൈന്യം നടത്തി. അത് ചീറ്റിപ്പോയി. വ്യോമസേന ചില ഹെലികോപ്റ്ററുകളും ചില ഫൈറ്റർ വിമാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആ മേഖലയിൽ എത്തിപ്പെടാനും ബന്ദിമോചനത്തിനുമുള്ള ശ്രമങ്ങൾ നടത്തി. അതിനു നേരെ ഈ ബലൂജ് പോരാളികൾ അതിമാരക പ്രകടനശേഷിയുള്ള മിസൈലുകൾ തൊടുത്തുവിട്ടു. അങ്ങനെ ഫൈറ്റർ ജെറ്റുകൾ ആ നീക്കത്തിൽ നിന്ന് പിന്മാറി. പിന്നാലെ ഈ കൊത്തുവയിൽ നിന്നും മറ്റൊരു ട്രെയിനിൽ ഈ ബന്ദിയാക്കപ്പെട്ട അല്ലെങ്കിൽ പിടിച്ചെടുത്തിരിക്കുന്ന ട്രെയിനിന് സമീപത്തേക്ക് ട്രെയിൻ മാർഗം എത്തിച്ചേരാൻ വേണ്ടി പാകിസ്ഥാൻ സൈന്യം തന്നെ മറ്റൊരു പ്രത്യേക ട്രെയിനിൽ ആ ഭാഗത്തേക്ക് വന്നു. ആ ട്രെയിനിനെയും ബലൂജ് ലിബറേഷൻ ആർമി ആക്രമിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് BLA പുറത്തുവിട്ടത്. ജാഫർ എക്സ്പ്രസ് ആക്രമിച്ച് പിടിച്ചെടുത്തതല്ല, മറിച്ച് പാകിസ്ഥാൻ സേന സഞ്ചരിച്ച
ട്രെയിനിന് നേരെ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ ബലൂച്ച് ലിബറേഷൻ ആർമി മോചിപ്പിച്ച പല യാത്രക്കാരും ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരൊക്കെ തന്നെ പാകിസ്ഥാനിലെ ആശുപത്രികളിലേക്ക് പോകുന്ന സമയത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവരുടെ പ്രതികരണം തേടിയിരുന്നു. ആ ഘട്ടത്തിൽ ആ മാധ്യമങ്ങളോട് അവർ പറയുന്നത് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിരിക്കാം, കാരണം ബോഗിക്കുള്ളിൽ നിരവധി മൃതശരീരങ്ങൾ കിടക്കുന്നുണ്ട്. ആ മൃതശരീരങ്ങളുടെ പുറത്ത് ചവിട്ടിയാണ് ഞങ്ങൾ ട്രെയിനിന് പുറത്തേക്ക് വന്നത്. ആ മൃതശരീരങ്ങൾ ഒന്നും തന്നെ ട്രെയിനിന് പുറത്തേക്ക് ഇതിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 5, 10, 20, 50 അല്ല മരണം, അതിലധികം മരണം ഈ സംഭവത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ തന്നെ ഈ പറയുന്ന ആക്രമണത്തിന് ഇരയായ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയ ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാരായിട്ടുള്ള ആളുകൾ, ഒരാളല്ല നിരവധി പേർ ഇതാണ് പറയുന്നത്. എന്നാൽ പാകിസ്ഥാൻ ഇതിനെയൊക്കെ പൂർണ്ണമായി നിഷേധിക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്കുണ്ടായ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണ്. അവരുടെ സൈന്യത്തെ നാണം കെടുത്തിക്കൊണ്ട് ബലൂച്ച് ലിബറേഷൻ ആർമി ഒരു ട്രെയിനിനെ തന്നെ തട്ടിയെടുത്തിരിക്കുന്നു. ആ ട്രെയിനിലുണ്ടായിരുന്നതിൽ ഏറ്റവും അധികം ആളുകൾ പാക് സൈനികരാണ്. അപ്പോൾ പാക് സൈനികരെ കൂട്ടക്കുരുതി ചെയ്തിരിക്കുന്നു BLA എന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം BLAക്ക് അത്രത്തോളം വൈരാഗ്യം ഈ പാക് സൈന്യത്തോടുണ്ട്. എന്നാൽ പാകിസ്ഥാൻ സൈന്യം ഇതിൻ്റെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാനും മാധ്യമ ശ്രദ്ധ തിരിക്കാനുമായി പുതിയൊരു അടവ് രംഗത്തിറക്കിയിരിക്കുകയാണ്. അതായത് ഈ അക്രമത്തിന് പിന്നിൽ, ഈ ട്രെയിൻ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന ആരോപണം. ഇന്ത്യയാണ് ഈ ട്രെയിൻ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം. ഇന്ത്യയാണ് ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് ആയുധങ്ങളും സൈനിക സഹായങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ നൽകുന്നത്. ട്രെയിൻ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി BLA പ്രേരിപ്പിച്ചത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ്. ഇന്ത്യക്ക് ഒരു രഹസ്യ സൈന്യമുണ്ട്. ആ രഹസ്യ സൈന്യം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കാനഡയിലുമൊക്കെ പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ ബുദ്ധിയാണ് ഈ ആക്രമണത്തിനൊക്കെ പിന്നിലെന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടി ഇത് റിപ്പോർട്ട് ചെയ്തതുമാണ്. എന്തായാലും ഇത് അസംബന്ധമാണ് എന്ന മറുപടിയാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയത്തിൽ ഇന്ത്യക്ക് ഇടപെടാൻ താല്പര്യമില്ല. ഇന്ത്യ അങ്ങനെ ഇടപെടുന്നുമില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ നടക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ പാകിസ്ഥാൻ്റെ ആഭ്യന്തര കാര്യമാണ്. ഇന്ത്യ അതിൽ ഒരു തരത്തിലും ഇടപെടുന്നില്ല എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നു. അതേസമയം ഇന്ത്യ പരസ്യമായി ഇതിനെ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ ബലൂചിസ്ഥാനെ പിന്തുണയ്ക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. ഇന്ത്യയുടെ മനസ്സ് തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ ബലൂചിസ്ഥാനൊപ്പമാണ്. കാരണം കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി നിരന്തരമായി പാകിസ്ഥാനിൽ നിന്നും യാതനയും പീഡനവും അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ്. ഏറ്റവും അധികം മിനറൽസ്, വിഭവ സമൃദ്ധിയുള്ള ഒരു പ്രദേശമാണ് ബലൂച്ച് മേഖല. അവരുടെ വിഭവങ്ങളൊക്കെ ഊറ്റിയെടുത്തുകൊണ്ട് അവരെ രണ്ടാംകിട പൗരന്മാരായി കണക്കാക്കുന്ന ഒരു സമീപനമാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റേത്. ഇതിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ട്രെയിൻ തട്ടിക്കൊണ്ടുപോകൽ. അതിന് പിന്നാലെ ഇപ്പോൾ ഇതാ വസീരിസ്ഥാൻ മേഖലയിൽ ഒരു പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്നതിനിടെ ബോംബ് സ്ഫോടനമുണ്ടായിരിക്കുന്നു. ചാവേർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഇതിന് പിന്നിലും ഇനി ബലൂച്ച് ലിബറേഷൻ ആർമിയാണോ, അവർ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ എന്നുള്ളത് ഇനി വരും മണിക്കൂറുകളിൽ തന്നെ കാത്തിരുന്ന് കാണേണ്ടതാണ്.